വികസന കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാതെ പ്രവർത്തിക്കുകയാണ് യു.ഡി.എഫ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രസ്താവിച്ചു. കൊയിലാണ്ടിയിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ മന്ത്രി പി.കെ. ഇബ്രാഹിം കുഞ്ഞ് അധ്യക്ഷനായിരുന്നു. കൂട്ടായ്മയുടെ വിജയമാണ് പാലം ഉദ്ഘാടനത്തിലൂടെ സാധ്യമായതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ജനപ്രതിനിധികൾ, നഗരസഭാ ഭരണാധികാരികൾ എന്നിവർ ഇക്കാര്യത്തിൽ സജീവ പങ്കാളിത്തം വഹിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കെ ദാസൻ എം.എൽ.എ സ്വാഗതമറിഞ്ഞ ഉദ്ഘാടന ചടങ്ങിൽ പൊതുമരാമത്ത് സെക്രട്ടറി ടി.ഒ. സൂരജ് IAS പദ്ധതി വിശദീകരണം നടത്തി. കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മന്ത്രി M.K. മുനീർ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. വിവിധ നിയോജക മണ്ഡലത്തിലെ MLA-മാർ, മുൻ MLA-മാർ, കോഴിക്കോട് കളക്ടർ K.V. മോഹൻകുമാർ, നഗരസഭാ അധ്യക്ഷ, നഗരസഭാ കൌൺസിലർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ പന്തലിന് പുറത്തു നിൽക്കുന്നവരുടെ ബുദ്ധിമുട്ട്, നല്ല ചൂട് കാലമാണ്. സൂര്യാഘാതത്തെ കുറിച്ചൊക്കെ വാർത്തകൾ കേരളത്തിൽ പുതിയതായി വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇവിടെ വന്നപ്പോ നിങ്ങളുടെ MP-യും MLA-യും ചേർന്ന് പറഞ്ഞൊരാവശ്യമുണ്ട്. ഈ കോതമംഗലം ഭാഗത്തെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഈ ഓവർബ്രിഡ്ജ് വന്നതോടുകൂടി, നേരത്തെയുള്ള ഗേറ്റ് അടയ്ക്കുന്നതോടുകൂടി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ MP ഇതിനോടകം തന്നെ ഇന്ത്യൻ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ചു എന്ന് എന്നോട് പറഞ്ഞു. ഇന്ത്യൻ റെയിൽവേയുടെ പ്രതിനിധിയായി ശ്രീ ഡാനി തോമസ് ഉണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, പകുതി ചെലവ് സംസ്ഥാന ഗവൺമെന്റ് വഹിച്ചാൽ ഇത്, കാരണം റെയിൽവേ ലൈനിന്റെ അടിയിൽ കൂടെ നടത്തുന്ന പണിയായതുകൊണ്ട് അവർക്കേ ചെയ്യാനൊക്കും, അവര് ഇന്ത്യൻ റെയിൽവേ ഈ പണി ഏറ്റെടുക്കാം എന്ന് പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് പകുതി ചെലവ് വഹിക്കാൻ ശ്രീ ഇബ്രാഹിം കുഞ്ഞുമായിട്ട് ആലോചിച്ച് ഞാൻ സമ്മതം കൊടുത്തു. അത് പണിയാനുള്ള തീരുമാനം ഇന്ത്യൻ റെയിൽവേ ഉടനെ തന്നെ ആരംഭിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഓവർബ്രിഡ്ജ് വന്ന ഈ നാട് മുഴുവൻ സന്തോഷിക്കുമ്പോൾ കോതമംഗലം ഭാഗത്തെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന സൗകര്യം കൂടെ ഇല്ലാതെയായി ബുദ്ധിമുട്ടുകാണ്. അത് ഒഴിവാക്കണം എന്നുള്ളതിന്റെ പേരിലാണ്. പക്ഷെ ഒന്നുണ്ട്, വണ്ടി പോകുന്ന അണ്ടർപാസ് ആയിരിക്കത്തില്ല. നമുക്ക് ആളുകൾക്ക് കടന്നു പോകാവുന്ന വിധത്തിലുള്ള അണ്ടർപാസ് ആയിരിക്കും. മറ്റേത് ബുദ്ധിമുട്ടാണ്. അതിന് ഈ ഓവർബ്രിഡ്ജ് തന്നെ നമുക്ക്